ഇന്ന് നമ്മൾ കക്കേരിക്ക പച്ചടിയാക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമന്റ് എല്ലാം ചെയ്യണം. അപ്പം ഇങ്ങനെ കക്കേരിക്ക മുറിക്കുന്നുണ്ട്. ഇങ്ങനെ പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. ഇപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള കക്കേരിക്ക എടുത്തിട്ടുണ്ട്. 1 കപ്പ് ചിരകിയ തേങ്ങ, പിന്നെ 1/4 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ കടുക്, 2 പച്ചമുളക്, പിന്നെ വറുത്തിടാനായിട്ട് എണ്ണയും കടുക് വേറെ വേണം. പിന്നെ വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി കക്കേരിക്കനെ ചെറുതാക്കിയിട്ട് മുറിക്കുക. ഇങ്ങനെ കൊത്തി കൊത്തി മുറിച്ചിട്ടാൽ മതി. ഈ രീതിയിൽ മുറിച്ചെടുത്താൽ ചെറുതാക്കിയിട്ട് മുറിച്ചെടുക്കാൻ പറ്റും. നമ്മൾ കക്കേരിക്ക കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഇളയ കക്കേരിക്ക നോക്കിയിട്ട് വാങ്ങിക്കണം. വെളിഞ്ഞെങ്കിൽ അത്ര പാങ്ങുണ്ടാകില്ല പച്ചടിക്ക്. അപ്പോൾ കക്കേരിക്കെല്ലാം ഞാൻ ചെറുതാക്കിയിട്ട് മുറിച്ച് വെച്ചിന്. ഇനി അരയ്ക്കാനുള്ളത് മിക്സി ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ എടുത്ത് വെച്ച തേങ്ങ, പിന്നെ 2 പച്ചമുളക്, 1/4 ടീസ്പൂൺ കടുക്, പിന്നെ കുറച്ച് വെള്ളം ഇട്ടിട്ട് നല്ല കട്ടിക്ക് അരച്ചെടുക്കാം. 1/4 ഗ്ലാസ് വെള്ളം ഇട്ടു ഞാൻ. അധികം വെള്ളം ഇടാൻ പാടില്ല, കുറച്ച് കട്ടിക്ക് തന്നെ അരച്ചെടുക്കണം. ഇതാ ഈ രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ മുറിച്ച് വെച്ച കക്കരിക്കൊക്കെ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് തൈരെല്ലാം ചേർത്ത് കൊടുക്കുക. 1/4 കപ്പെന്ന് പകുതി തൈര് ഇപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്, പിന്നെ പകുതി പിന്നെ ചേർക്കുക. മിക്സാക്കി കൊടുക്കുക. ഉപ്പ് തൈരെല്ലാം ഇട്ടിട്ട് മിക്സാക്കുമ്പോൾ കക്കരിക്ക് നല്ലോണം വെള്ളം ഇറങ്ങി വരും. അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ തൈര് ഇട്ട് കൊടുത്തിട്ട് മിക്സാക്കാൻ. ഇനി നേരത്തെ അരച്ച് വെച്ച അരപ്പിട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇതാ ഇപ്പം നല്ല കട്ടിക്കുണ്ട് ഇത്. ബാക്കിയുള്ള തൈര് ചേർത്തിട്ട് നല്ലോണം മിക്സാക്കാം. എല്ലാ തൈരും ചേർത്തു ഞാൻ. ഇപ്പം നല്ല പാകമായിട്ടുണ്ട്. ഇനി ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. നല്ല പച്ചടിയുടെ മണം വരുന്നുണ്ട് ഇപ്പോൾ. ഇനി വറുത്തിടാം. വെളിച്ചെണ്ണയിൽ കടുക്, കറിവേപ്പിലെല്ലാം ഇട്ടിട്ട് വറുത്തിടുന്നുണ്ട്. അപ്പോൾ കക്കേരിക്ക പച്ചടി റെഡിയായി. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യൂ. ബൈ.